വൃദ്ധമാതാവിനെ മരുമകളും കൊച്ചുമകനും ചേർന്ന് മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റ 72-കാരിയായ KJ ജെയിൻ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊല്ലം മങ്ങാട് സ്വദേശിനിയായ ജെയിന്റെ പരാതിയിൽ കിളികൊല്ലൂർ പോലീസ് കേസെടുത്തു. പണമെടുക്കാൻ ATM കാർഡ് നൽകാത്തതിനെ തുടർന്ന് LKD വന്ന പീഡനങ്ങളെക്കുറിച്ചാണ് 72-കാരിയായ ജെയിൻ പറയുന്നത്. മരുമകൾ സോഫിയും +2 പഠിക്കുന്ന കൊച്ചുമകനും ചേർന്ന് മർദ്ദിച്ചെന്നാണ് പരാതി. സ്കൂൾ ടീച്ചറായിരുന്ന ജെയിന്റെയും KCB ഉദ്യോഗസ്ഥനായ ഭർത്താവ് ബെഞ്ചമിന്റെയും ATM കാർഡുകളാണ് ആവശ്യപ്പെട്ടത്. എൻ്റെ ATM ഇയാളുടെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞുള്ള കേസാണ്. എന്നിട്ടും പേഴ്സ് എടുത്ത് എൻ്റെ ATM ഒക്കെ എടുത്തുകൊണ്ട് പോയി. അതിനകത്ത് തൽക്കാലം എടുക്കാൻ 20,000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ ആ ATM തന്നിട്ടില്ല. അപ്പം ഹസ്ബൻഡിൻ്റെ ATM അന്നേരം 6,000 ഉള്ളായിരുന്നു. ആ 6,000 ഇവനെ കാണാൻ ചെയ്തുകൊണ്ട് അതെടുത്ത് 4,000 കാർഷിക ബാങ്കിലും അടയ്ക്കണം, 2,000 കറണ്ട് ചാർജും അടയ്ക്കണമെന്ന് പറഞ്ഞ് ഇവരെ കാത്തിരുന്ന് കാണാൻ ചെയ്തുകൊണ്ട് ഇയാളുടെ ഏൽപ്പിച്ച്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ചീത്തവിളി. 2 ദിവസം തുടർച്ചയായി മർദ്ദിച്ചെന്ന് ജെയിൻ പറയുന്നു. ബന്ധുക്കളാണ് ആശുപത്രിയിലെത്തിച്ചത്. പോലീസിന് കേസ് കൊടുത്തതിൻ്റെ പേരിൽ ശനിയാഴ്ച 11-ാം തീയതി കേസ് കൊടുത്തപ്പം പോലീസ് SIയും പാർട്ടികളും തിരക്കി വന്നപ്പോൾ അവിടെ അവർ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അതിന് പോയതിന് ശേഷം കേസ് കൊടുത്തെന്ന് പറഞ്ഞ് ഇവരെ ഒരുപാട് മർദ്ദിച്ച്. അപ്പോൾ അതും പറഞ്ഞ് അടുത്ത ഞായറാഴ്ച വീണ്ടും പരാതി എടുത്തു. അപ്പോൾ ഞായറാഴ്ച ഒരു കിളികൊല്ലൂർ സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ തിരക്കാൻ വന്നപ്പോൾ പാസ്ബുക്ക് എല്ലാം വലിച്ചു കയറിയിട്ടിരിക്കുന്നു. അപ്പോൾ അമ്മ ക്ഷമിച്ചേരെന്ന് പറഞ്ഞൊക്കെ പോയതിൻ്റെ പുറകിൽ വീണ്ടും ഇവർ 2 പേരും ചേർന്ന് ശരിക്കും മർദ്ദിച്ചു. അങ്ങനെ തലയ്ക്കൊക്കെ ഭയങ്കര പെയിനായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കൊണ്ടുവരുന്നത്. ഭർത്താവ് ബെഞ്ചമിൻ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കിടപ്പിലാണ്. അതേസമയം ജെയിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്നും ആരും ATM കാർഡൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും മരുമകൾ സോഫി പറഞ്ഞു. ജെയിന്റെ പരാതിയിൽ കിളികൊല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം.